ഞാനൊരു ഡോക്ടറാണ്, ഒരു ക്വാളിഫൈഡ് ഡോക്ടറാണ്. ഞാൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ MCH വരെ പഠിച്ച എനിക്ക് എന്തിനാണ് ഞാൻ ഭയക്കുന്നത്? ഞാനത് വിട്ട്, ഗവൺമെൻറ് സർവീസിൽ എൻ്റെ ഒപ്പം ഉള്ളവരെല്ലാവരും ഗവൺമെൻറ് സർവീസ് വിട്ട് പ്രൈവറ്റിലൊക്കെ പോയി അവർ കോടീശ്വരന്മാരായപ്പോൾ ഞാനിപ്പോഴും ഈ കുടിച്ച വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് പണമില്ല, എനിക്ക് പണം സമ്പാദിക്കാൻ ഇത് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഞാൻ ഗവൺമെൻറ് കോളേജുകളിൽ പഠിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് സർവീസ് കൊടുക്കണം എന്നുള്ളൊരു വിട്ടുവീഴ്ചയുടെ പുറത്താണ് ഞാൻ ജോലി ചെയ്തത്. ഡോക്ടർ ഹാരിസ്, എന്തൊരു ക്ലാരിറ്റിയാണ്, എന്തൊരു വ്യക്തതയാണ്. കാരണം അദ്ദേഹം ഉപ്പ് തിന്നിട്ടില്ല, അദ്ദേഹത്തിന് മടിയിൽ കനമില്ല. പറഞ്ഞത് താൻ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്, ഒരു സിസ്റ്റത്തിന്റെ ദൗർബല്യത്തെക്കുറിച്ചാണ്. പലതവണ പറഞ്ഞിട്ട് പരിഹാരമില്ലാത്തപ്പോൾ ഗതികെട്ട്, ലജ്ജ കൊണ്ട്, നിരാശ കൊണ്ട്, വേദന കൊണ്ട് ഇങ്ങനെ ആശ്രയിച്ച് പരസ്യമാക്കേണ്ടി വന്നതാണ്. പക്ഷെ പറഞ്ഞ നിലപാടിൽ നിന്ന് അണുവിട പോലും അദ്ദേഹം പിന്തിരിഞ്ഞിട്ടില്ല. പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്, ഭയക്കുന്നില്ല. കാരണം വിളിച്ചു പറഞ്ഞത് സത്യമാണ്, പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വല്ലാതെ ഞെട്ടിച്ചു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ. ഒന്ന്, ഏകദേശം 1 വർഷം മുമ്പ് ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. എന്തിനാണ്? അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട രോഗിയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്ന പരാതി പറയാൻ വേണ്ടി പ്രിൻസിപ്പളുടെ സാന്നിധ്യത്തിൽ. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഒരു ഡോക്ടറെ വിളിച്ച് അന്വേഷിക്കുന്നത് മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് സുഖമാണോ എന്നുള്ളതല്ല, വേണ്ടപ്പെട്ട രോഗിയെ വേണ്ട രീതിയിൽ പരിചരിച്ചില്ല എന്നുള്ള പരാതിക്ക് ഒരു വകുപ്പ് മേധാവിയൊക്കെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ശകാരിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിലെ അധികാര പ്രമത്തത എത്രമാത്രം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ. രണ്ടാമതൊരു കാര്യം, രോഗികളോട് ഈ സർജിക്കൽ ഉപകരണങ്ങളടക്കം വിതരണം ചെയ്യുന്നവരുടെ GPay അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ കൊടുപ്പിച്ചിട്ടാണെങ്കിൽ പോലും ചുവപ്പ് നാട തരണം ചെയ്ത് ഈ സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരികയാണ്. നിയമവിരുദ്ധമാണെന്ന് അറിയുമ്പോൾ പോലും ഒരു മനുഷ്യന് ചികിത്സ കൊടുക്കാൻ വേണ്ടി വഴിവിട്ട രീതിയിൽ ഞാൻ ചെയ്തു പോവുകയാണ്. ആ ഗതികേട് കൊണ്ടാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. അപ്പോൾ രോഗികളിൽ നിന്ന് പിരിവെടുത്ത് ഉപകരണങ്ങളും മരുന്നും വാങ്ങി അവരെ ചികിത്സിക്കേണ്ടി വരുന്ന കേരളത്തിലെ ഒന്നാമത്തെ ആതുര ശുശ്രൂഷ കേന്ദ്രമായ